ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. തലമുറകൾ കാത്തുവെച്ച പൈതൃകം, അതാണ് ചീരപ്പഞ്ചിറ തറവാട്. ആ തറവാടിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒപ്പം ഇവിടുത്തെ ഒരു അനുഭൂതി എന്താണെന്നുള്ളത് നേരിട്ട് അറിയാൻ നമുക്ക് എന്തായാലും. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് കണ്ടില്ലേ, പഞ്ചവൃക്ഷ സമുച്ചയമുണ്ട് ഇവിടെ. 5 വൃക്ഷങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദശപുഷ്പങ്ങളും അതിന് ചുറ്റും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതിലൂടെയാണ് തുടക്കം. പിന്നെ ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമുണ്ട്. പഴമ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം എന്തായാലും. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചീരപ്പഞ്ചിറ തറവാട്. ആ തറവാടിൻ്റെ അമ്പലമാണ് ഇതാ ഇപ്പോൾ ഈ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യവും പൈതൃകം ഉറങ്ങിക്കിടക്കാന്നൊക്കെ പറയില്ലേ, ഉണർന്ന് തന്നെ അവിടെ ഇരിക്കുന്നതെന്ന് തോന്നും. ഇതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷാൽ ശ്രീ അയ്യപ്പൻ പൂഴിയങ്കം, കളരിയിലുള്ള പൂഴിയങ്കം പഠിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിനുള്ള സ്ഥലം അന്വേഷിച്ചപ്പോൾ ചീരപ്പൻചിറയിൽ മൂപ്പൻ, രാപ്പൻ മൂപ്പൻ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഇവിടെ വരികയാണ് ചെയ്തത്. വെളുത്ത എന്ന് പറയുന്ന ഇവിടെയുള്ളൊരു യുവാവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് ഇവിടെ വരികയും രാപ്പൻ മൂപ്പൻ്റെ അടുത്ത് നിന്ന് പൂഴിയങ്കം പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീടാണ് ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ താമസിച്ചാണ് പഠിച്ചത്. പിന്നീടാണ് പന്തളത്തേക്ക് പോവുകയും ഉദയനായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ ഇപ്പോഴും അയ്യപ്പൻ അന്ന് യുദ്ധം ചെയ്യാനായിട്ട് ഈ കളരി പഠിച്ചിരുന്ന ഉടവാളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് നിലവിൽ കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒരു സമയമല്ല, അത് തുറന്ന് പൂജിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇതിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ കളരി അഭ്യസിക്കുകയും ചീരപ്പൻചിറ തറവാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കളരി അഭ്യാസവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിലെല്ലാം ഉപരി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവുമായിട്ടും ഈ തറവാടിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. പാർട്ടിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സുശീല ഗോപാലൻ, അവർ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലെൻഡായി കിടക്കുകയും മനുഷ്യത്വവും സ്നേഹവും തിരിച്ചറിയുകയും അതിൻ്റെ ഒരു ശാന്തിയും സമാധാനം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ചീരപ്പഞ്ചിറ തോന്നിയത്. എപ്പോഴെങ്കിലും ഇതുവഴി ചേർത്തല വഴി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, മുഹമ്മയിൽ എത്തുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, വഴി ചോദിക്കുക, നേരെ ചീരപ്പഞ്ചിറയിലേക്ക് വരിക, ഇതൊക്കെ ഒന്ന് കാണുക, ഒരു 5 മിനിറ്റ് ഇവിടെ കണ്ണടച്ചിരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഞാൻ ഉഷാറായി. ഇനി മുഹമ്മയുടെ മണ്ണിലേക്ക് ഞാൻ ഇറങ്ങാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ ബമ്പറുമായിട്ട് 25,000 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവല്ലേ. ഇടത് മാറി വലത് മാറി പോരെ. മുഹമ്മ ആര്യങ്കരയിലെത്തി. ഇവിടെയാണ് നമ്മളിന്ന് സൂപ്പർ ബമ്പർ ആഘോഷിക്കാൻ പോകുന്നത്. ആളുകൾ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ ഇടയിലേക്കാണ്. അതിനു മുമ്പ് നമുക്ക് നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒപ്പം ചെറിയ ഗിഫ്റ്റ് അവിടെയും കൊടുക്കാം. ഗെയിംസ് നാട്ടിൽ നിന്ന് തുടങ്ങട്ടെ, എന്നിട്ട് നമ്മുടെ കളിക്കളത്തിലെത്താം. അതല്ല അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വാ പോ. നമസ്കാരമുണ്ട്. എങ്ങനെയാ പേര്? രാജപ്പൻ ചേട്ടൻ. മനോജ്. രഘുനാഥ്. ഓക്കെ, ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രസന്നൻ ചേട്ടൻ. നമ്മുടെ പേരെങ്ങനെയാ? ചെല്ലപ്പൻ ചേട്ടൻ. ചെല്ലപ്പേര്. ഓക്കെ. സി കേരളം സൂപ്പർ ബമ്പർ പരിപാടിയാണ്. 25,000 രൂപ വരെ സമ്മാനങ്ങളുണ്ട്. അത് നമ്മൾ കളിക്കളത്തിലാണ്. അതിനു മുമ്പ് നിങ്ങളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കാനും പറ്റുമെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് ഇവിടെ തരാനാണ് വന്നത്. ഒരു കുഞ്ഞ് ചോദ്യം ചോദിച്ചോട്ടെ, കുസൃതി ചോദ്യമാണ്. ഞങ്ങളോടോ എന്നൊന്നും കരുതരുത്. ഇത് അത്യാവശ്യം ചേർത്തല എന്നൊക്കെ പറയുമ്പോൾ 3 സൈഡും വെള്ളമാണ്. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടൊരു കുസൃതി ചോദ്യം ചോദിക്കാം. വെള്ളത്തിൽ വീണാലും നനയാത്ത ഒരു സാധനം പറയാമോ? വെള്ളത്തിൽ പൂർണ്ണമായും വീണാലും മെഴുകും കുതിർന്നൊക്കെ പോകില്ലേ കുറച്ച് കഴിയുമ്പോൾ? ഇത് എന്തൊക്കെ ചെയ്താലും ഒരു കാലത്തും നനയൂല. കിടക്കട്ടെ. താമരയൊക്കെ കേടായി പോകും ചേട്ടാ. നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു ക്ലൂ തരാം. നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്.
അല്ല. സൂര്യൻ ഇടത്ത് വരുമ്പോൾ വലതായിരിക്കും ഇത്. സൂര്യൻ വലതാണെങ്കിൽ ഇടതായിരിക്കും ഇത്. നമ്മള് നിൽക്കുമ്പോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ കൂടുതലൊക്കെ സമ്മാനം ഞാൻ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാ. നിഴൽ, അതാണ് ഉത്തരം. നിഴലെന്ന് ഉത്തരം പറഞ്ഞ രംഗനാഥ് ചേട്ടന് ഇതേ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഒരു കിടിലൻ ഗിഫ്റ്റാ. അപ്പൊ നമുക്ക് കളിക്കളത്തിൽ കാണാം. അവിടെ വന്ന 25,000 രൂപ വരെ സമ്മാനം കൊണ്ട് മത്സരിച്ചു കഴിഞ്ഞാൽ കാണില്ലേ? ഓക്കെ, അപ്പൊ കാണാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഇന്നത്തെ അധ്യായം നമ്മൾ തുടങ്ങുന്നു. നല്ലൊരു കയ്യടിയല്ലേ? ഫുൾ നമ്മൾ ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു, ആര്യക്കരയിൽ തന്നെയായിരുന്നു, മുഹമ്മയിൽ അടിച്ചു പൊളിക്കുകയായിരുന്നു. ഇനിയും 3 മത്സരാർത്ഥികൾ കൂടി ഇവിടെ റെഡിയായി നിൽക്കുന്നു. നമുക്ക് തുടങ്ങിയാലോ? അടുത്ത ആളെ വിളിച്ചാലോ? അതിനു മുമ്പ് ഒന്ന് ഉഷാറാക്കിയാലോ? ഒന്ന് ഡാൻസ് കളിച്ചാൽ റെഡിയല്ലേ? എല്ലാവരും ഡാൻസ് കളിക്കില്ലേ? ഒരു മ്യൂസിക് തന്നേ. ये गोली सोडावे ये कारी कोरंबे वो कुटी पटीना ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് ലോട്ടെടുത്ത് വിളിക്കാം. അതിനു മുമ്പ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതോ ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ ഒരു സമ്മാനം ഞാൻ തരാം. അതിനു വേണ്ടി ഒരു ചെറിയ ടാസ്ക് നമ്മുടെ ഈ ഗെയിമിലൊന്നും ഉൾപ്പെടുന്നില്ല. ടങ് ട്വിസ്റ്റർ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരു ടങ് ട്വിസ്റ്റർ പരീക്ഷിച്ചാലോ? റെഡിയല്ലേ? അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. എങ്ങനെയുണ്ട്? അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. ഒന്ന് പറഞ്ഞു നോക്കേ. സിമ്പിൾ. അവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. എന്താ പേര്? മായ. മായാ മഞ്ചലിൽ. ഈ പാട്ട് ആരെയും പാടിയുണ്ടോ? ആരൊക്കെയോ പാടിയുണ്ട്. മായ എന്ന പേര് പറയുമ്പോ ആരെങ്കിലും പാടിയിട്ടുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. പാടിയിട്ടുണ്ട്. ആരാണത്? പലരും പാടിയിട്ടുണ്ട്. ഓക്കെ, മായ ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവും 2 മക്കളും. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ചേട്ടൻ ഇവിടെ കട നടത്തുന്നു, മിൽമ ബൂത്ത്. ആയി, അടിപൊളി. മക്കളോ? മക്കള് ട്വിൻസ് ആണ്. അവര് 5th പഠിക്കുന്നു, ആര്യകര സ്കൂളില്. ആണോ? പേരെന്തൊക്കെയാ? ഭദ്ര സുരേഷ്, ശബരി സുരേഷ്. ഭദ്രയും ശബരി ഇവിടെ ഉണ്ടോ? ഉണ്ട്. എവിടെയാ? നമ്മുടെ ഡാൻസ് കളിച്ച സുന്ദരിക്കുട്ടി. അടിപൊളി, നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ ഇനി പറഞ്ഞു നോക്കിയാലോ? അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. പോരട്ടെ, ഒരു 5 തവണയെങ്കിലും പറ. അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനിപ്പും കൊണ്ട് ഇപ്പൊ വരും. ഇപ്പല്ല, ഉപ്പ്. ഒന്നുകൂടി. അരക്കില്ല മടത്തിൽ ചെന്ന് അവലെടുത്ത് അരിയെടുത്ത് അപ്പനുപ്പും കൊണ്ട് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. ഒന്നുകൂടി. അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പനുപ്പും കൊണ്ട് ഇപ്പൊ വരും. ഇപ്പം തന്നെ വരും. നമ്മൾ സമ്മാനം കൊടുക്കും. ചേച്ചിക്ക് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം ഞാൻ കൊടുക്കുന്നു. അരക്കില്ല മടത്തിൽ ചെന്ന് അരിയെടുത്ത് അവലെടുത്ത് അപ്പൻ നോർത്ത് റിപ്പബ്ലിക് കൊണ്ടുവന്നു. കണ്ടോ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ. സന്തോഷായില്ലേ? പതിവ് പോലെ നമുക്ക് പാട്ടും ലോട്ടുമാണ്. ഒരു കുഞ്ഞുവാവേനെ വിളിക്കാം. നമ്മൾ ലോട്ടെടുക്കുന്നു. റെഡിയല്ലേ? എവിടെയാണ് ആള്? ഓടി വന്നേ. അടിപൊളി. ഇവിടെ നിന്നേ. എന്താ പേര്? ഭദ്ര സാബു. ഭദ്രേ എന്നാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വിളിക്കാറുണ്ടോ ആരെങ്കിലും? ഭദ്രേ എന്ന് വിളിക്കാറില്ല? ഇല്ല. സ്കൂളിൽ ടീച്ചർ എങ്ങനെയാ വിളിക്കണേ? അച്ചോടാ, ഭദ്രക്കുട്ടി എന്നാട്ടോ വിളിക്കുന്നേ. വീട്ടിലുള്ളവരെന്താ വിളിക്കുന്നേ? പൊന്നു. ഇതിലേതാ ഇഷ്ടം?
പൊന്നുവാണോ ഭദ്രയാണോ ഭദ്രയ്ക്ക് ഇഷ്ടം? രണ്ടും ഇഷ്ടമാ. ഞാൻ എന്താ വിളിക്കണ്ടേ? പൊന്നു വിളിക്കണോ ഭദ്രയെന്ന് വിളിക്കണോ? കൺഫ്യൂഷനായി കേട്ടോ, ആൾക്ക് കൺഫ്യൂഷനായി. ഞാൻ ഭദ്ര എന്ന് തന്നെ വിളിക്കാം. ഭദ്ര ഒരു പാട്ട് പാടിത്തരാണെങ്കിൽ നമുക്ക് ലോട്ട് എടുക്കായിരുന്നു. പാട്ട് പാടുമോ? എന്നാ പാടിക്കോ, റെഡി, തുടങ്ങിക്കോ. ഇന്ന് ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവൻ എൻ്റെ വന്നു തൊട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു, വളയിട്ട് കൈകൊട്ടിപ്പാടുന്ന തത്തമ്മ കിളിയുടെ പാട്ടൊന്നും കേട്ടില്ല ഞാൻ, മാനത്തൂടി മേഘത്തിരിൽ മാലാഖമാരെത്തും നേരം, മാല കോർത്തു മാറിലണിയിക്കാൻ മുല്ലപ്പൂക്കളില്ല, എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. അടിപൊളി, നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ ഭദ്രക്കുട്ടി, ഇനി നമുക്ക് ലോട്ട് എടുക്കാം. വാ. ഓക്കെ, താങ്ക് യു. പാട്ടിനും നന്ദി, ലോട്ടിനും നന്ദി. ടാറ്റ. അപ്പോ നമ്മുടെ അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ഭദ്രക്കുട്ടി എടുത്തു തന്നത് മൃദുല ചേച്ചീനെയാണ്. ഭദ്രക്കുട്ടി എടുത്തത്. ആരാണ് ഈ മൃദുല? പെട്ടെന്ന് പോരട്ടെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി നമ്മുടെ അടുത്ത മത്സരാർത്ഥി മൃദുല ഇവിടെ റെഡിയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ മൃദുലയ്ക്ക്. നമസ്കാരം മൃദുല, എന്ത് ചെയ്യുന്നു? പ്ലസ് 1. ഏതാ വിഷയം? ബയോളജി. ആഹാ, എന്താ ബയോളജി എടുക്കാനുള്ള കാരണം? ടീച്ചർ ആവാനാണോ? ഓ, ഭാവിയിൽ നമുക്കൊരു നഴ്സ് പരിപാടി. ആയുർവേദ നഴ്സോ? ഡോക്ടർ ആവാൻ താല്പര്യമില്ല? അതെന്ത് പറ്റി? കുത്തിവെക്കാനൊന്നും താല്പര്യമില്ല? പക്ഷെ നഴ്സുമാരല്ലേ കുത്തിവെക്കുന്നത്? ആയുർവേദത്തിൽ കുത്തിവെപ്പേ ഇല്ല. ആള് കുത്തിവെപ്പ് കേട്ടോ ടെൻഷനായി. ഒരു നല്ല കൈഡി കൊടുത്തത് നമ്മുടെ ഭാവിയിലെ നഴ്സാണ്, ആയുർവേദ നഴ്സാണ്. മൃദുലയുടെ വീട്ടിലാരൊക്കെ ഉള്ളത്? എന്നിട്ട് അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? 8th പഠിക്കുന്നു. ആൾക്കും ബയോളജിക്ക് തന്നെയാണോ താല്പര്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മുടെ പരിപാടികളൊക്കെ അറിയാലോ അല്ലേ? നമ്മൾ ഗെയിം തുടങ്ങുകയാണ്. ഗെയിമിന് ചിന്ന ചിന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളൊക്കെ ഉള്ളൂ. നല്ല നല്ല മത്സരങ്ങളുണ്ട്. പങ്കെടുത്താൽ 25000 രൂപ വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1000 രൂപ മുതലാണ്. അപ്പോ ലോട്ട് എടുത്താലോ ഗെയിമിലേക്ക്? മൃദുലയ്ക്കുള്ള ആദ്യത്തെ മത്സരം ഏതാണെന്ന് നോക്കാം. മൃദുലയ്ക്കുള്ള ഗെയിമിന്റെ പേരാണ് മറുമുഖം. മറുമുഖം എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം മറച്ചിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ സെറ്റ് ചെയ്തിരും, പേടിക്കണ്ട. എന്നിട്ട് നമ്മളൊരു സുഹൃത്തിനെ വിളിക്കും. ആ സുഹൃത്ത് ഇവിടുന്ന് ബോൾ പാസ് ചെയ്ത് തരും. നമ്മൾ ഈ ബക്കറ്റിലേക്ക് ആ ബോൾ ക്യാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഗെയിം. സിമ്പിൾ അല്ലേ? അതല്ലേ, സിമ്പിൾ ഗെയിം അല്ലേ? ഒരു നല്ല കൈഡി കൊടുത്ത് മൃദുലയ്ക്ക്. മറുമുഖം കളിക്കാൻ പോവാണ്. ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഗെയിം തുടങ്ങുന്നു. മൃദുലയുടെ 1000 രൂപ സ്വന്തമാക്കുന്ന ആദ്യത്തെ ഗെയിം മറുമുഖം. മൃദുല മുഖമൊക്കെ മറച്ചിവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ബോൾ ക്യാച്ച് ചെയ്താൽ മതി. മൃദുല തലയാട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് അതിങ്ങനെ കാണാം. ഒന്നുകൂടി ഒന്ന് ആട്ടി ഇങ്ങനെ അടിപൊളിയായിട്ട് കേട്ടോ. മൃദുലയ്ക്ക് ഒരു കൈഡി കൊടുത്ത്. ഇവിടെ ഒരാള് സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കാം. എന്താ ചേച്ചിയുടെ പേര്? ചിപ്പി. എന്ത് ചെയ്യുന്നു? കളക്ടറൊക്കെ നേരിട്ട് പരിചയമുണ്ടോ? നേരിട്ട് പരിചയം അങ്ങനെയില്ല. കളക്ടറേറ്റിലാണ്, വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റില്ല? പബ്ലിക് വർക്ക്സ് ആണ്.
ശരി, പബ്ലിക് വർക്ക്സിലാണ്. അപ്പൊ ഇതൊരു ചെറിയ പബ്ലിക് വർക്കായിട്ട് കണ്ടാൽ മതി. നമുക്ക് തുടങ്ങിയാലോ ഒന്നാം മത്സരം? റെഡി? ചേച്ചി തിരിഞ്ഞു നിൽക്കണം. ചിപ്പി ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടായിരിക്കും ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യുക. മൃദുല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കണം. പിന്നെ ഇറങ്ങിപ്പോയിട്ട് വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാം. പക്ഷെ വീണ്ടും ബോൾ എറിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിന്നേക്കണം കേട്ടോ. അവിടെ പോയി നിൽക്കരുത്, കിട്ടൂല. ഓരോ ബോൾ എറിഞ്ഞു കഴിയുമ്പോഴും ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടുകയും വേണം. 120 സെക്കൻഡ് ഉണ്ട് 1000 രൂപ സ്വന്തമാക്കാൻ. 8 ബോൾ അതിനകത്ത് എത്തിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞോ? അത്രേ ഉള്ളൂ, സാരില്ല. ബോൾ തട്ടിക്കളയല്ല, ബോൾ അതിൽ പിടിക്കാനാ പറഞ്ഞേ. കിട്ടും. കിട്ടിയില്ല. ഒന്ന് വീണ് ഒന്നുണ്ട്. എറിയില്ല, അത് അവിടെ കൊണ്ടേ ഇടട്ടെ. എറിയല്ലേ, ആളാത് അവിടെ കൊണ്ടേ ഇടട്ടെ. പോരട്ടെ. കൈ ഓടി വന്നു കഴിഞ്ഞ അടുത്തിരുന്നു. പെട്ടെന്നായിക്കോട്ടെ. അച്ഛോ, തലയിൽ കൊണ്ട് പോണ്. ബോള് ശരിക്കും നോക്കി. അതന്നെ. എന്നിട്ട് വീക്ക്. നന്നായിട്ട് കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ചേ. അതവിടെ കൊണ്ടുപോയിട്ടെ, വേഗം കൊണ്ടുപോയിട്. എറിയല്ലേ, ആള് തിരിച്ചു വരട്ടെ. 2 ബോൾ നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പോരട്ടെ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അത് തന്നെ. റെഡി. കുറച്ചുകൂടി പൊക്കി. അപ്പൊ കിട്ടും. 3 എത്തിക്കഴിഞ്ഞു. ഓടിക്കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് വരുന്നു. വീണ്ടും അടുത്തത്. 4 ആണ് എത്തിയിരിക്കുന്നത്. ഇനി 4 കൂടി നമ്മൾ അവിടെ എത്തിക്കണം കേട്ടോ. 4 കൂടി. 1 മിനിറ്റ് ബാക്കിയുണ്ട്. 1 മിനിറ്റിൽ 4 എത്തി. ഇനി അടുത്ത 1 മിനിറ്റിൽ 4 കിട്ടും. എറിഞ്ഞോ. കിട്ടിയില്ല. ശരി, എറിഞ്ഞോ. അത് പോയി. അത്രയും പോണ്ട. കിട്ടൂല. റെഡി? 5 എണ്ണമായി. ഇനി 3 കൂടി എത്തിച്ചാൽ മതി കേട്ടോ. 3 കൂടി എത്തിച്ചാൽ മതി. കിട്ടും, നിങ്ങൾക്ക് പറ്റും. സിമ്പിൾ ഗെയിമാ. എറിഞ്ഞോ. ഇനി 2 മതി. 2 കൂടെ കളി കഴിച്ചു. 30 സെക്കൻഡ് ബാക്കിയുണ്ട്. 30 സെക്കൻഡ്. അത്ര ദൂരെ പോണ്ട. ഇനി 2 കൂടി മതി നമുക്ക്. പോട്ടെ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കിട്ടും. ഇനി എത്ര വേണം? 1 കൂടി മതി. കിട്ടും. അവസാന നിമിഷങ്ങൾ. സൂപ്പർ. എന്തായാലും മൃദുലയ്ക്ക് 1000 രൂപ സ്വന്തമായിരിക്കുന്നു. ഈ 1000 രൂപയിൽ എത്ര രൂപ നമ്മുടെ ചിപ്പി ചേച്ചിക്ക് കൊടുക്കും? എനിക്കുള്ളതെല്ലാം ചേച്ചിക്കാം. അന്റെ പൊന്നു, 1000 രൂപയും ചിപ്പി ചേച്ചിക്ക് കിട്ടി. ഈ ചിപ്പി ചേച്ചി ബന്ധു ആരെങ്കിലും ആണോ? അത് ശരി. അപ്പൊ എന്ത് കിട്ടിയാലും വീതിച്ചെടുക്കാം, ഫുള്ളായിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ 1000 രൂപ കൊടുക്കാണ്ടാണ് ഇത്രയും വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷം ഒന്നും പറയുന്നില്ല. ദേ കൈയടിച്ചേ. 1000 രൂപ കൊടുക്കട്ടെ. എല്ലാവരും കൈയടിച്ചേ. സന്തോഷമായില്ലേ? ഇനി 2000ന്റെ ഗെയിമാണ്. അതായത് 3000ലേക്കുള്ള എൻട്രി ഗെയിമാണത്. 2000 രൂപ കൈ കിട്ടലല്ല, അറിയാലോ അല്ലേ? നമുക്കപ്പോ ഗെയിം എടുത്താലോ? ലോട്ടറി എടുത്താലോ? വാ. ഒരാളെ കൂടി വിളിക്കേണ്ട ഗെയിമാണ്. അടിപൊളി ഗെയിമാണ്. ആ ഗെയിം ഏതാണ് എന്ന് പറയുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പോ അടുത്ത ഗെയിമിലേക്ക് പോകാലോ. ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് ഇരുകാലി എന്നാണ്. മൃദുലയും ഗീതവും റെഡിയാണ്. 2ാം റൗണ്ട് മത്സരമാണ്. ഈ ബോളുകളാണ് നമ്മൾ അവിടെ എത്തിക്കേണ്ടത്. 2 പേരും കാലിൽ ബാലൻസ് ചെയ്തിട്ട്. മത്സരമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? 100 സെക്കൻഡ് സമയമാണ് 2ാം റൗണ്ടിലുള്ളത്. 100 സെക്കൻഡ് കൊണ്ട് ഇതിൽ നിന്നും 5 ബോളുകൾ അവിടെ എത്തിക്കുക. റെഡി അല്ലേ? 5 എത്തിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമുക്കൊന്ന് നോക്കാം. നല്ല ഒരു കൈയടി കൊടുത്ത് എല്ലാവരും. നമ്മൾ മത്സരം ആരംഭിക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. പോട്ടെ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. തൊങ്കിത്തൊട്ട് കളിച്ച് നല്ല ശീലമുള്ള കുട്ടികളാ. അവിടെ എത്തി. തൊങ്കിത്തൊട്ട് കളിച്ച് നല്ല ശീലം ഉണ്ടല്ലേ? വട്ട് കളി അങ്ങനെയും പറയാറുണ്ട്. അടിപൊളി. പോരട്ടെ. 2. അത് പുറത്തു പോയിട്ടാ. അതിന്റെ ഉള്ളിൽ വീഴണം. അത് കൂട്ടില്ല. അതിന്റെ ഉള്ളിൽ വീഴണം. വേഗം അതിന്റെ ഉള്ളിൽ തന്നെ ഇടേ. ധൃതി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങള് സമയമുണ്ട് നിങ്ങളുടെ കയ്യില്. പയ്യെ. അങ്ങനെ പോരട്ടെ. ഇനി 30 സെക്കൻഡ് കഴിഞ്ഞ് ഇനി 3 അവിടെ എത്തിച്ചാൽ മതി. 3 പോരട്ടെ. അത് തന്നെ കറക്റ്റ്. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതത്ര സിമ്പിൾ ഗെയിം ആയിരുന്നു ഞാനും അറിഞ്ഞില്ല. 10 അങ്ങോട്ട് കൊടുക്കായിരുന്നു. പോരട്ടെ. 4.
നിങ്ങൾ ധൃതി പിടിക്കണ്ട, 40 സെക്കൻഡ് ബാക്കിയുണ്ട്. നിങ്ങൾ ധൃതി പിടിക്കേണ്ട കാര്യമില്ല, അവിടെ എത്തിച്ചോ. സിമ്പിൾ ആണ് നിങ്ങൾക്കത്. ഇനി ലാസ്റ്റ് വൺ, ഒറ്റ ഒരെണ്ണം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ റൗണ്ട് കടന്ന് 3000ന്റെ റൗണ്ടിലേക്ക് കയറും. എത്തി അച്ചോടാ, അത്രയൊക്കെ 3000 എന്നൊക്കെ കേട്ടോഴി അവരുടെ കാലിടറി. മെല്ലെ 15 സെക്കൻഡ് ബാക്കിയുണ്ട്, അത് നമ്മൾ അവിടെ എത്തിച്ചു. അടിപൊളി. വളരെ സിമ്പിൾ ആയിട്ട് 10 സെക്കൻഡ് ബാക്കി നിൽക്കുക. ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അവർ 5 ബോളും അവിടെ എത്തിച്ചു. കൂട്ടുകാരിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തു തരാം എന്തായാലും. ഓക്കെ, പറയുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നു എന്നാണ് മൃദുല പറയുന്നത്. അത് ശരി. അതെന്താണ് അത്ര പാട് വരാൻ കാരണം? നിങ്ങൾ വട്ട് കളിക്കും, വളരെ സിമ്പിൾ ആയിട്ട് പോണ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ശ്വാസം കിട്ടണ്ടേ? അതാണ്, തൊങ്കിത്തൊട്ട് കളിച്ചപ്പോ നമ്മുടെ ശ്വാസം മൊത്തം പോയി. ഓക്കെ, എന്തായാലും രണ്ടാം റൗണ്ടും കടന്ന് 3000ന്റെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു മൃദുല. നല്ലൊരു കൈഡി കൊടുത്തേ. ഇനി ആ 3000ന്റെ ഗെയിം അത് ഏതാണെന്ന് നോക്കാം നമുക്ക്. മൃദുലയ്ക്ക് ഞാൻ ഈ 2000 രൂപ ഇപ്പൊ തന്നാലും അറിയാപ്പോ, കൊതിപ്പിച്ചതാ ചുമ്മാ. 3000 ആണ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ്. അപ്പൊ അതിനുവേണ്ടി അടുത്ത പണിയെടുത്താലോ നമുക്ക്? റെഡി അല്ലേ? എന്തും നേരിടാൻ തയ്യാറല്ലേ? എന്തും നേരിടാൻ മൃദുല തയ്യാറാണ്. ചുറ്റിക്കളിക്കുള്ള കൂട്ടത്തിലാണോ? ചുമ്മാ ചോദിച്ചതാ, കാരണം എന്താന്നറിയില്ല, കിട്ടിയ ഗെയിമിന്റെ പേരും അത് തന്നെയാ, ചുറ്റിക്കളി. നമ്മളൊരു പമ്പരം തരും, അതിങ്ങനെ കറക്കുക, അതൊരു സ്പൂണിൽ എടുക്കുക, എന്നിട്ട് നമ്മളൊരു കോൺ തരും, അതിന്റെ മുകളിൽ വെക്കുക, ആ പമ്പരം അതിനകത്ത് ബാലൻസ് ചെയ്ത് വെക്കുക. നമുക്ക് മത്സരിക്കാം. അപ്പോ ഉറപ്പായും 3000 രൂപ കയ്യിൽ കിട്ടുന്ന ആ മത്സരം മൃദുല തയ്യാറാണ്. ചുറ്റിക്കളി. 80 സെക്കൻഡ് കൊണ്ട് 3000 രൂപ നമുക്ക് സ്വന്തമാക്കാം. നമുക്കല്ല, മൃദുലയ്ക്ക് സ്വന്തമാക്കാം. ഈ പമ്പരം കണ്ടില്ലേ, ഇതിങ്ങനെ കറക്കി വിടുക, ഈ സ്പൂൺ കൊണ്ട് കോരി എടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ ബാലൻസ് ചെയ്യുക. ഇത് 8 എണ്ണം ഉണ്ട്. അപ്പൊ 10 സെക്കൻഡ് വെച്ച് ഒന്നിന് വെച്ച് 8 എണ്ണം ഇറക്കുക. റെഡി അല്ലേ? നോക്കാം, ഒട്ടും വൈകുന്നില്ല, നമ്മൾ ഗെയിം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. കോരി എടുത്തോ. ഒന്നുകൂടി. അങ്ങനെ പറത്തിക്കൊന്നും വേണ്ടത്. കോരി എടുക്കുന്നു. കിട്ടില്ല, ശരിക്കും ഒന്നുകൂടി നല്ല സ്പീഡിൽ കറക്കിയത്. അത് തന്നെ, കിട്ടും. പോയി വീണ്ടും കിട്ടും. അത് കുറച്ചുകൂടി സ്പീഡിൽ കറക്കിയാൽ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി സ്പീഡിൽ കറക്കി. അത് തന്നെ. എന്നിട്ട് ഒറ്റെടുപ്പ്, അതിൽ കറക്കിട്ട് ഒറ്റെടുപ്പ്. കയറി. അത് പയ്യ. ഇവിടത്തെ ധൃതി, ഇവിടുത്തെ അത്ര ധൃതി കാണിക്കണ്ട. റെഡി, നന്നായിട്ട് കഴിച്ച മൃദുല ഗംഭീരമായിട്ട് മത്സരിക്കുകയാണ്. ധൃതി വെക്കേണ്ട കാര്യമേ ഇല്ല മൃദുല, ധൃതി വെക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അടിപൊളി. നല്ലൊരു കൈ കൊടുത്തി. അടിപൊളി. 2 എണ്ണം. സൂപ്പർ. കിട്ടും. റെഡി. 3 എണ്ണം. അടിപൊളി. റെഡി. ഓക്കെ, ഉള്ളതും തട്ടിക്കളഞ്ഞു, ഇതും പോയി. റെഡി, അടുത്തത്. നന്നായിട്ടൊന്ന് കയ്യിൽ എടുത്തു. റെഡി. പയ്യെ മതി. ഇത് നടന്നു വന്നിട്ട് ചെയ്തോ. ഇവിടെ കൊണ്ടെന്ന് വെച്ചോ. അത് തന്നെ, ഇവിടെ കൊണ്ടെന്ന് വെച്ചോ. അത്രേ ഉള്ളൂ. കണ്ട, ഇപ്പൊ എന്ത് സിമ്പിളായി. ഇത് ഞാൻ മാറ്റി. പയ്യെ വന്നാൽ മതി. വരുന്നത് പയ്യെ വന്നാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ പയ്യെ വന്നാൽ മതി. വന്ന് പയ്യെ വെച്ചു കൊടുത്ത്. അതും പുറത്തേക്ക് പോയി. അടിപൊളി. ഇനി 2 എണ്ണം കൂടി നിറക്കണം. നല്ലൊരു കൈഡി എടുത്തേ. ഇനി ഒറ്റ ഒരെണ്ണം. സൂപ്പർ. രൂപ സ്വന്തമാക്കിയിരിക്കുന്നു മൃദുല. സന്തോഷായില്ലേ? 3000 രൂപ കിട്ടിയിട്ട് എന്തൊരു സന്തോഷമില്ലാണ്ട് നിൽക്കണേ. ഈ ഹാപ്പി പോരല്ലോ. 1000 ഇതിലും നല്ല ഹാപ്പി ഉണ്ടായിരുന്നു. ഒരു നല്ല കൈഡി ഒരുക്കി കൂടി കൊടുത്തേ. ഇനി അടുത്തത് 5000ന്റെ ഗെയിമാണ്.
5000 കയ്യിൽ കിട്ടുന്ന ഗെയിം അല്ല, അത് 10,000ത്തിലേക്കുള്ള എൻട്രി ആണ്. മനസ്സിലായല്ലോ? നമുക്ക് ലോട്ട് എടുക്കാം. റെഡി? അപ്പൊ ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ഇവിടെ ഒരാൾ ഒരു കാര്യം മറന്നിട്ടുണ്ട് കേട്ടോ. ഗെയിമൊക്കെ എടുത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ 3000ന്റെ ബാലൻസ് 2000 അങ്ങോട്ട് തരണ്ടേ ഞാൻ? അതൊക്കെ മറന്നു ആള്. ഗെയിമിനാണ് ഇപ്പോ. ഒരു നല്ല കൈ കൊടുത്തേ, 2000 രൂപ കൈ കൊടുത്തേക്കാം. ഓക്കെ, എന്നാ പിടിച്ചോ. കൈയുടെ ഇത്രേ ഉള്ളൂ. 2000 രൂപ, മൊത്തം 3000 രൂപ കിട്ടിയിട്ട് 5000ന്റെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് തലസ്ഥാനമാണ് ഗെയിം. തലയിലാണ് നമ്മുടെ ഈ ഗെയിം എല്ലാം ഇരിക്കുന്നത്. ബുദ്ധി കൊണ്ട് കളിക്കണ്ട, ആരോഗ്യം കൊണ്ട് കളിച്ചാൽ മതി. നമ്മള് ഒരു ബാസ്ക്കറ്റ് തലയിൽ ബാലൻസ് ചെയ്ത് വെച്ച് തരും. ബാസ്ക്കറ്റ് വിട്ടുള്ള കളിയൊന്നും നമുക്കില്ല. പിന്നെ നമ്മൾ സ്പൂൺ റൈസിലൊക്കെ പങ്കെടുത്തല്ലേ, ഒരു സ്പൂണും കടിച്ചുപിടിക്കാൻ തരും. ബോള് കോരുക, മുകളിലെ ബാസ്ക്കറ്റിലേക്ക് ഇടുക. ബോള് കോരുക, മുകളിലെ ബാസ്ക്കറ്റിലേക്ക് ഇടുക. അതാണ് ഗെയിം. ഒരു നല്ല കൈയടി കൊടുത്തേ. മൃദുലയുടെ അടുത്ത ഗെയിം തലസ്ഥാനം. മൃദുല അതിമനോഹരിയായിട്ട് നിൽക്കുകയാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ. ഇത് കഠിനമായ മത്സരമാണ് അല്ലെ? 60 സെക്കൻഡ് സമയമാണ് നമ്മൾ മൃദുലയ്ക്ക് കൊടുക്കുന്നത്. ആ സമയത്തിനുള്ളിൽ സ്പൂൺ കടിച്ചു പിടിക്കുക, ബോള് കോരിയെടുക്കുക, ഈ കൊട്ടയിൽ വീഴ്ത്തുക, എന്നിട്ട് ഇതിൽ കൊണ്ടുവന്നിടുക. ഗെയിം മനസ്സിലായല്ലോ അല്ലേ? 60 സെക്കൻഡിൽ 12 എണ്ണമാണ് നമ്മളിവിടെ എത്തിക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? 12 എണ്ണം മറക്കണ്ട. റെഡി? 1 2 3 സ്റ്റാർട്ട്. അതെന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്, എന്റെ കയ്യിലേക്ക്. സമയം കളയണ്ട. ഒന്നുകൂടി ആഞ്ഞു ശ്രമിക്കുക. കിട്ടും. ഒന്ന്. അടിപൊളി. കുറച്ചുകൂടി സ്പീഡിൽ ചെയ്തു, കാരണം 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 60 സെക്കൻഡേ ഉള്ളൂ. 2 രണ്ടെണ്ണം എത്തിച്ചിരിക്കുകയാണ്. ഇനി 10 എണ്ണം കൂടി മതി. പോട്ടെ, കോരിയെടുക്കും. ഇപ്പൊ ശരിക്കും സ്പൂൺ സമയങ്ങളിടാം. 3 എണ്ണമായി. അടുത്തത് 4 റെഡി? അടിപൊളി. 20 സെക്കൻഡേ ഉള്ളൂ. ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ സമയം. അതുണ്ട്. ഓക്കെ, 5 എണ്ണം. ടോപ്പിലേക്ക് പോട്ടെ, അതിക്കും മേലെ. ഒന്നും നോക്കട്ടെ. അടിപൊളി. എത്ര എണ്ണമായി? 3 6 എണ്ണമായി. കൗണ്ട് ഡൗൺ തുടങ്ങാൻ സമയമായിട്ട് കേട്ടോ. 10 9 8 7 6 5 4 3 2 1. മൂന്നും 6 2 8 എണ്ണായുള്ളൂ. 8 എണ്ണൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ കേട്ടോ മൃദുല അല്ലേ? 5 എണ്ണം മതിയായിരുന്നെങ്കിൽ പൊളിച്ചടിക്കേനെ അല്ലേ? പക്ഷെ ഇത് 12 എണ്ണം ആയിപ്പോയി. സാരില്ല, നല്ലൊരു കൈയടി കൊടുത്തേ. 3000 രൂപ സ്വന്തമാക്കി. 3000 രൂപയ്ക്ക് ചാച്ചന്റെ കടയിൽ നിന്ന് എന്തോരം പൊറോട്ടയും ബീഫും കഴിക്കാം അല്ലേ? പൊറോട്ടയും ചിക്കനും ആണ് അവിടുത്തെ ഇത്. ഒരു നല്ല കൈയടി. ഒപ്പം നമ്മൾ 3000-നൊപ്പം ഒരു കിടിലൻ സമ്മാനവും കൊടുക്കും. 3000 രൂപ സ്വന്തമാക്കി നമ്മുടെ ഇന്നത്തെ അതിശക്തിയായ മത്സരാർത്ഥി മൃദുല ടാറ്റ പറയാണ്. അപ്പൊ പോകുമ്പോ 4 വിഷ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു. മൊത്തത്തിൽ നല്ല ഉഷാറായി മത്സരിച്ചു. വീണ്ടും കാണാം. ടാറ്റ. ആര്യക്കരയിൽ നമ്മൾ മത്സരം 2ാം ദിവസവും മുറുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാനുള്ള സമയമായി. ലോട്ട് എടുക്കാം. ഞാൻ തന്നെ എടുക്കുന്നു. ആരാണെന്ന് നോക്കുന്നു. ആരാണെന്ന് നോക്കട്ടെ. അടിപൊളി. ഇത്തവണ ഒരു ആൺതരി റെഡി ആയിട്ട് നിന്നോ. ആ ആൺതരിയുടെ പേര് പറയുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മുടെ ആര്യക്കരയിലെ അടുത്ത മത്സരാർത്ഥി സുഭാഷ്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. സുഭാഷേ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ PG ചെയ്യുകയാണ്. PG ഏതാ വിഷയം? MDTM മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജർ. ഇപ്പൊ ഓക്കെ, ഞാനൊന്നും ഞെട്ടി. അപ്പൊ ട്രാവലും ടൂറിസവും പരിപാടികളൊക്കെയാണ് ഇഷ്ടം. ട്രാവൽ ഇഷ്ടമാണോ? ട്രാവൽ ഇഷ്ടമാണ്. ആണോ? ട്രാവൽ പോവാറുണ്ടോ?
ആ ഇടക്കിടക്ക്. ഇടയ്ക്കിടയ്ക്ക് എന്താ ബുള്ളറ്റ് റൈഡ് പരിപാടിയൊക്കെ തന്നെയാണോ അതോ? ഞാൻ എന്റെ ഡിയോ അങ്ങനെ. ആ ഡിയോ പരിപാടിയാണ്. ഓക്കെ, കൂടെ ആരെങ്കിലും മാറുവാനിയസ് കോളേജിൽ നിന്നും കൂടെ വരാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും കണ്ടെത്തി വെച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടെത്താൻ പറ്റട്ടെ. എന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ രസം വേണ്ടേ, കമ്പനി വേണ്ടേ? കൂട്ടുകാരന്മാരെങ്കിലും വരാറുണ്ടോ? ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ. ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ. ആ ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈവക്കേ. ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് കൈയടിച്ചേ. സുഭാഷ്, അതുപോലെ സുഭാഷിന്റെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്കൊരു ഡാൻസിനുള്ള വകുപ്പ് ഉണ്ട് കേട്ടാ. പിന്നെ സ്പോർട്സ് ഐറ്റംസ് എന്തെങ്കിലും? ഇതിപ്പോ ഗെയിം ആണല്ലോ. സാധാരണ ഈ നാട്ടുമ്പുറത്തെ സ്പോർട്സ് ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ കളിക്കാറുണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ഗെയിമൊക്കെ പങ്കെടുക്കാൻ പറ്റും. കാരണം മിക്കവാറും ബോൾ എറിഞ്ഞ് എവിടെയെങ്കിലും വീഴ്ത്തുകയൊക്കെയാണല്ലോ. നേരത്തെ ഗെയിമൊക്കെ കണ്ടതല്ലേ? അപ്പൊ അതുപോലെയൊക്കെ എന്ത് തന്നാലും മത്സരിക്കും. നമുക്കൊന്ന് ആദ്യം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി സുഭാഷിന്റെ ഒരു ഡാൻസ് കണ്ടാലോ? റെഡി അല്ലേ എല്ലാവരും? ഒന്ന് കൈയടിച്ചേ. മ്യൂസിക് പ്ലീസ്. பல்லு தங்க பல்லு அடுத்த பல்லு சிங்க பல்லு தூள் ஏ போடா வெண்ண போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்று யாரும் வந்த தோட கொடுப்பேன் தூள் ஏ போடா வெண்ண போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்று யாரும் வந்த தோட கொடுப்பேன் தூள் ஏ பிரதக்கே பிரதக்க பாண்டா நைனா தூள் തൂൾ. ശരിക്കും പൊടി പറത്തി നമ്മള്. നല്ലൊരു കൈ എടുത്തേ സുഭാഷിന്. പൊടി പാറിയ പൊടി പൂരെന്നൊക്കെ പറഞ്ഞതാ ഇതാണ്. എന്തായാലും ഇനി സുഭാഷ് പൊടി പാറ്റിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഗെയിമിന്റെ ലോട്ട് എടുക്കാം. സുഭാഷ് എന്തായാലും ഗെയിമിൽ പൊടി പാറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതിൽ നിന്നൊരു ഗെയിം എടുത്തോ. ഒന്നും നോക്കണ്ട, ലോട്ട് എടുത്തോ. അടിപൊളി. നമ്മൾ ഈ കാൽപന്ത് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? ഫുട്ബോൾ ആണ്. ഇത് കോൽപന്ത് എന്നാണ് ഗെയിമിന്റെ പേര്. കാലിൽ നമ്മളൊരു കോല് കെട്ടിത്തരുന്ന ഏറ്റവും കുഴപ്പമുള്ളൂ. കാലുകൊണ്ട് തട്ടുന്നതിന് പകരം കോലുകൊണ്ട് തട്ടി നമ്മളൊരു ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ബോൾ അടിച്ചു വിടുക. സുഭാഷ് റെഡിയാണ്. സുഭാഷ് മത്സരിക്കുന്നു. ആദ്യത്തെ 1000 രൂപയുടെ മത്സരം കോൽപന്ത്. സുഭാഷ് ഇവിടെ റെഡിയാണ്. ആദ്യത്തെ മത്സരം അല്ലേ? പാവത്തിന്റെ 2 കാലിലും കൂടി കെട്ടി ഒരു കോലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മണി ബോളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ബോളുകൾ ആ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് എത്തിക്കുക. സിമ്പിൾ ആണ്. സകല ഫുട്ബോൾ ഗുരുക്കളെയും മനസ്സിൽ ധ്യാനിച്ചോ കേട്ടോ. എന്നിട്ടാണ് കളിച്ചോ. 120 സെക്കൻഡ് സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ 2 കാലും കെട്ടിയിട്ട് ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് 4 എണ്ണം, ഇതിൽ നിന്ന് 4 എണ്ണം അതിന്റെ ഉള്ളിൽ എത്തിക്കുക. റെഡി അല്ലേ? ഒരു നല്ല കൈഡി കൊടുത്തേ. സമയം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. റെഡി. ബോൾ എടുത്ത് വെച്ചു. തട്ടി പയ്യെ പോയാ മതി. പയ്യെ തന്നെ. അത് തന്നെ. അപ്പുറത്തേക്ക് പോയി. ഓടി വന്നോ. പയ്യെ കൊണ്ടുപോയാൽ മതി. 4 ബോളാണ് നമുക്ക് അവിടെ എത്തിക്കട്ടെ. ഇത് അവിടെ പോയി പയ്യെ തന്നെ. സമയമുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ സമയമുണ്ട്. താല്പര്യത്തെ ബോളാ. റെഡി. ഒന്ന് കൈയടിച്ചേ. പയ്യെ. അത് തന്നെ. സൂപ്പർ. നന്നായി അതിമനോഹരമായിട്ടാണ് സുഭാഷ് ഇപ്പൊ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. സുഭാഷ് അതാ ഗോൾ പോസ്റ്റ് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല തടസ്സങ്ങളും സുഭാഷ് ഉണ്ടാവുന്നുണ്ട്. സുഭാഷ് അതാ ഗോൾ അടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. സൂപ്പർ ഗോൾ എന്നൊക്കെ പറയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതിനാണോ മറ്റേ ബൂം ചിക്ക വാവ എന്ന് പറയുന്നത് അല്ലേ? നല്ലൊരു കേട്ട്. ഓടിച്ചില്ല. പയ്യെ മതി. അതായത് 2 എണ്ണം. ഇനി 4 എണ്ണം കൂടി ഉണ്ട്. തന്റെ കായിക ക്ഷമത വളരെ വ്യക്തമായ ആള് കളിച്ചു. എവിടേക്കാ പോണേ? അവിടെ നിൽക്ക്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. പോട്ടെ. റെഡി. നല്ലൊരു കൈ. പയ്യെ.
പയ്യെ 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 പയ്യെ. അതെ, കൊട് 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 കൊട്. ഗോൾ! ഇനി ഒറ്റ ഗോളും കൂടി അടിച്ചാൽ മതി അല്ലേ? ഒറ്റ ഗോളും കൂടി അടിച്ചാൽ മതി. സൂപ്പർ, നന്നായിട്ട് കഴിച്ച്, സൂപ്പറായിട്ട്. റെഡി 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 റെഡി. സൂപ്പർ 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 സൂപ്പർ. അതിന്റെ ഇടയ്ക്ക് മറ്റൊരു മെസ്സി ഓടി നടക്കുന്നു. റെഡി. അതിമനോഹരമായ അവസാന നിമിഷം ആള് 4 എത്തിച്ചിരിക്കുന്നു. ആദ്യത്തെ 1000 രൂപ സുഭാഷ് സ്വന്തമാക്കിയിരിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ. സുഭാഷേ, ഹാപ്പി ആയില്ലേ? എത്ര രൂപയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നേ? 1000 രൂപ. 1000 രൂപ കിട്ടിയോ? തന്നില്ല. അതാണ്. അപ്പോ സുഭാഷിന് നല്ലൊരു കൈഡി കൊടുത്തേ. ഞാൻ കൊടുക്കുന്നു സുഭാഷിന്റെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. പൊളിച്ചു. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുള്ള ശരിക്കും? അച്ഛൻ, അമ്മ, ചേട്ടനുണ്ട്, അനിയനുണ്ട്. ചേട്ടനുണ്ട്, അനിയനുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ചേട്ടൻ, അനിയനും? ചേട്ടൻ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. ഹൈ ബ്രീഡ് ഗപ്പി വളർത്തുന്നുണ്ട്. അടിപൊളി. പിന്നെ എന്നാണ് കുൻഫുവിന്റെ ചെറിയൊരു മാസ്റ്ററും കൂടിയാണ്. അത് ആദ്യമേ പറയണ്ടായിരുന്നോ മുത്തേ? ആരാണ് ആ കുങ്ഫു മാസ്റ്റർ? ആ കുങ്ഫു മാസ്റ്റർ നാണം കൊണ്ട് ഓടുന്നോ? ഇതാണോ ചേട്ടൻ? ഒരു കിക്ക് കാണിക്കാമോ? വെറുതെ ഒരു കിക്ക് ജസ്റ്റ് ഒരു കിക്ക് അല്ലേ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. ഇങ്ങോട്ട് വന്നേ. കുങ്ഫു മാസ്റ്റർ എന്താ പേര് ചേട്ടന്റെ? സോജൻ കെ. പ്ലീസ് മാസ്റ്റർ, ഒരു കിക്ക്. റെഡി? പോട്ടെ. ഉള്ള പോലെ മതി. അടിപൊളി. വീണ്ടും പൊളിച്ചു. അടിപൊളി. നല്ലൊരു കൈ കൊടുത്തേ. അപ്പൊ ഇവര് മൊത്തം കുടുംബപരമായിട്ട് സ്പോർട്സ്. അനിയൻ ഇവിടെ ഉണ്ടോ? അനിയൻ ഇപ്പൊ ഇല്ല. അനിയനെ കുറിച്ച് ചേട്ടൻ പറയും. ആണോ? അനിയൻ എന്തൊക്കെയാ പരിപാടികള്? ഞാൻ വോളിബോള് യൂണിവേഴ്സിറ്റി ഇന്ത്യ കളിച്ചാണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചാണോ? അമ്പോ, എന്താ പേര്? ശ്രീഹരി എന്നാണ് പേര്. എല്ലാവർക്കും അറിയാം. ശ്രീഹരി എന്നാണ് പേര്. ആള് യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ച ഒരു അനിയൻ കൂടി ഉണ്ട് ഇവർക്ക്. അനിയൻ ഇപ്പൊ സ്ഥലത്തില്ല. ടൂർണമെന്റ് കളിക്കാൻ പോയിരിക്കുക. പൊളിച്ചു. ആ അനിയനും വേണ്ടിട്ടൊരു നല്ല കൈഡി കൊടുത്തേ. മൊത്തത്തിൽ സ്പോർട്സ് ഫാമിലി ഉണ്ട്. വെറുതെ അല്ല പുഷ്പ പോലെ കൊണ്ടേ അടിച്ചതല്ലേ? ഓക്കെ. എന്തായാലും നമുക്ക് ആൾക്ക് അടുത്ത മത്സരം കൊടുത്താലോ? റെഡി. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ലോട്ടറി എടുത്താലോ സുഭാഷേ? റെഡി. ഇതിന്ന് ഒരെണ്ണം എടുത്തോ. സുഭാഷ് ഇവിടെ റെഡിയായി നിൽക്കുന്നു. സുഭാഷിന്റെ അടുത്ത കളി നല്ല രസകരമായ ഒരു പേരുള്ളൊരു ഗെയിമാണ്. അതിനുമുമ്പ് സുഭാഷ് ഒരു പാട്ട് പാടി തരാമോ? ഏതെങ്കിലും ഒരു പാട്ടിന്റെ അടിച്ചു വരികയാണെങ്കിൽ ഇവര് തുള്ളി തരും. അതല്ലെങ്കിൽ അവർ കൈയടിക്കുക മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? സിമ്പിൾ പാട്ടിന്റെ ആളാണ്. പാടാം. റെഡി? അന്തിച്ചോപ്പുമായും മാനത്താരോ മാരിവില്ലിൻ തൊങ്ങൽ തൂക്കും നിന്റെ ചല്ലക്കാതിൽ കുഞ്ഞിക്കമ്മലെന്നോണം. കുഞ്ഞിക്കമ്മലെന്നോണത്തിൽ നിർത്തി. എന്തായാലും നമുക്ക് സുഭാഷിന്റെ മത്സരം അങ്ങോട്ട് കൊടുത്തേക്കാം. മത്സരത്തിന്റെ പേരാണ് സുഭാഷേ തോണ്ടിക്കളി. ഇതും നമ്മൾ ബോളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മളൊരു ടേബിളില് ബോൾ സെറ്റ് ചെയ്ത് തരും. അപ്പുറത്ത് ഒരു ഗ്ലാസുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. സ്കെച്ച് പെൻ ഉണ്ടല്ലേ, അത് വെച്ച് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കളിക്കാറില്ല, ചെറിയ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി വിടുന്ന പരിപാടി ഓർമ്മയില്ലേ? അതുപോലെ ഈ സ്കെച്ച് കൊണ്ട് തട്ടിയിട്ട് ബോൾ ആ ഗ്ലാസിന്റെ ഉള്ളിൽ എത്തിക്കുക. അതാണ് ഗെയിം. ക്യാരംസ് ഒക്കെ കളിച്ച് ശീലമുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. നമ്മൾ വോളിബോളിന്റെ ആളാണോ? എന്തായാലും നോക്കാം. അപ്പോ സുഭാഷിന്റെ അടുത്ത റൗണ്ട് നമ്മൾ കടക്കുന്നു. തോണ്ടിക്കളി. 100 സെക്കൻഡ് സമയം കൊണ്ട് 3000ന്റെ ഗെയിമിലേക്ക് കിടക്കാൻ, 2000ന്റെ രണ്ടാം റൗണ്ടിൽ പങ്കെടുക്കാൻ സുഭാഷ് റെഡിയാണ് അല്ലേ? സുഭാഷ് നന്നായി ചിരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ബോളുകൾ ദാ ഇവിടെ ഇരിക്കുന്നു. അതാണ് നമ്മുടെ മാർക്കർ സ്കെച്ച് പെൻ. അതുകൊണ്ട് പയ്യെ തട്ടിയിട്ട് ബോളുകൾ ഈ 7 ഗ്ലാസ് ഉണ്ട് അല്ലേ? 7ലും ഓരോ ബോളുകൾ വീതം എത്തിക്കുക. 100 സെക്കൻഡ് സമയമുണ്ട്. തുടങ്ങാം നമുക്കെന്നാ. അപ്പോ മത്സരം ആരംഭിക്കുന്നു. എല്ലാവരും സുഭാഷിനെ നന്നായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതാണ്. അങ്ങോട്ട് തുടങ്ങട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ.
ഉന്നം പിടിച്ച് അങ്ങനെ കറക്റ്റ് ആക്കി നിർത്തിയിട്ട് തട്ടി തിരിച്ചു പോരണ്ട. അതെന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിലേക്കാണ് എത്തിക്കേണ്ടത്. പയ്യെ കുറച്ചും കൂടി നോക്കി, സമയമുണ്ടല്ലോ, നോക്കി ചെയ്യും. അതന്നെ. അത് കയറി. ഒന്ന്. ഇനി അടുത്തത് 30 സെക്കൻഡ് കഴിഞ്ഞു. സ്പീഡാക്കിക്കോ, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുന്നതായിരിക്കും. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച സുഭാഷിനെ നിങ്ങളുടെ കൈയടികളാണ് ഉപകാരമാകുന്നതാണ്. സുഭാഷിന് നന്നായി മത്സരിക്കുള്ളൂ. അതും പോയി, പോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടം പോലെ ബോളുകൾ കിട്ടും. സുഭാഷേ, ട്രൈ ചെയ്യും. 40 സെക്കൻഡ് കഴിഞ്ഞു. അത് കറക്റ്റായിട്ട് ഗ്യാപ്പിൽ കൂടെ ഉണ്ട്. കുറച്ചുകൂടി ഗ്ലാസ്സിലേക്ക് ഉന്നം പിടിച്ചു വെച്ച്, ഉന്നം മറന്ന് തെന്നിയും പറന്ന് പൊന്നിങ്. അത് ഗ്ലാസ്സിലേക്കല്ല, അത് കണ്ടറിഞ്ഞൂടെ. അത് ഗ്ലാസ്സിലേക്ക് വന്നില്ല. പോരട്ടെ, അടുത്തത് ഒരെണ്ണമാണ് നമുക്ക് ഈ നേരത്തിനുള്ളിൽ കയറ്റാൻ പറ്റിയിരിക്കുന്നത്. 50 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 50 സെക്കൻഡ് കൂടി, കറക്റ്റ് പകുതി സമയം കൂടി ബാക്കിയുണ്ട്. നന്നായിട്ട് കൈയടിച്ചേ, സുഭാഷിന് വേണ്ടി കൈയടിച്ച്. സുഭാഷ് നന്നായി മത്സരിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച്. രണ്ടെണ്ണം ആയിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. കിട്ടും. നന്നായിട്ടൊന്ന് കൈയടിച്ചേ, നന്നായിട്ട്. ഓക്കെ, അത് ഇത്തിരി ആഞ്ഞു പോയി. ഓക്കെ, 20 സെക്കൻഡ് ആണ് ഇനി ബാക്കിയുള്ളത്. 20 സെക്കൻഡ് ആണ് ഇനി ബാക്കിയുള്ളത്. കേറിയില്ല. കിട്ടും. നമുക്ക് കൗണ്ട് ഡൗണിനുള്ള സമയമായിട്ടുണ്ട്. തുടങ്ങാം. 10 9 8 7 6 5 4 3 2 1/2 1. സമയം തീർന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ സുഭാഷേ. ഓരോ തവണ എന്തെങ്കിലും മത്സരത്തിന് അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ മനസ്സിൽ എന്താ കരുതാറ്? പ്രാർത്ഥിക്കാറാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇറങ്ങിയത്? ചെറുതായിട്ടേ പ്രാർത്ഥിച്ചുള്ളൂ. അതുകൊണ്ട് ചെറിയ കാശ് കിട്ടിയത്. 1000 രൂപയല്ലേ കിട്ടിയുള്ളൂ. കുഴപ്പമില്ല. നമ്മൾ എന്തായാലും വേറെയും സമ്മാനങ്ങൾ തരുന്നുണ്ട്. വീട്ടില് ചേട്ടനും അനിയനും അമ്മയൊക്കെ ഉള്ളതല്ലേ, അവർക്കും കൂടി ഉപകാരമാവുന്ന ഗിഫ്റ്റുകളായിരിക്കും. ഓക്കെ, ക്വാൻലി നൽകുന്ന ഒരു നല്ല സമ്മാനം നമ്മൾ ആദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കൊടുക്കുന്നു നോർത്ത് റിപ്പബ്ലിക് കൊടുക്കുന്ന മറ്റൊരു സമ്മാനം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അപ്പോ ഗായകനാവട്ടെ, ഡാൻസർ ആവട്ടെ, ഒപ്പം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നടക്കട്ടെ. പൊളിച്ചെടുക്ക്. ടാറ്റ, കാണാം. അപ്പോ 2 ദിവസമായിട്ട് നമ്മൾ ചേർത്തലയിലെ മുഹമ്മ, അവിടെയുള്ള ആര്യക്കരയിലായിരുന്നു. ഒരുപാട് പേർ മത്സരിച്ചു. ഒപ്പം ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് മൊത്തം നമ്മൾ പൊളിച്ചടുക്കി. താങ്ക് യു ആര്യക്കര. ഒരു നല്ല കൈയ്യടി. ആര്യക്കര ബ്രദേഴ്സിന് പ്രത്യേകം നന്ദി. അവരാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഈ ഒരു സംഭവം സൂപ്പർ ബമ്പർ ഒരുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. സ്പെഷ്യൽ താങ്ക്സ് ടു ആര്യക്കര ബ്രദേഴ്സ്. ഒപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ ഇടയിലാകാം അല്ലെ, നമ്മൾ ഇതുപോലെ മത്സരിക്കും, സമ്മാനങ്ങൾ കൊടുക്കും, ക്യാഷ് പ്രൈസ് കൊടുക്കും, പൊളിച്ചെടുക്കും. തൽക്കാലം ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്നും മിഥുൻ പറയുന്നു ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.